ഒരു സമ്മാനം കിട്ടുന്നത് ഒരു തലവേദനയായി മാറുക, അല്ലെങ്കിൽ ഭാഗ്യം ഒരു ഭാരമായി തീരുക. ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കുമോ? നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന കഥ അങ്ങനെയൊന്നാണ്. ഒരു സാധാരണക്കാരന് ഒരു ലോട്ടറി അടിച്ചു, പക്ഷേ ആ സമ്മാനം അയാളുടെ ജീവിതം മാറ്റിമറിച്ചത് നല്ലതിനായിരുന്നില്ല, മറിച്ച് ഒരു വലിയ തലവേദനയായിട്ടായിരുന്നു. അതെ, ഈയൊരു ചോദ്യം തന്നെയാണ് ഈ കഥയുടെ മുഴുവൻ കാതലും. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തലവേദനയായി മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? കാരണം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ കഥാനായകന് സംഭവിച്ചതും അതുതന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തലവേദനയായി അങ്ങോട്ട് മാറി. അപ്പോൾ നമ്മുടെ കഥയുടെ തുടക്കം ഗേറ്റി ലാൻഡ് എന്നു പേരുള്ള ഒരു മേളയിൽ നിന്നാണ്. ഈ സഞ്ചരിക്കുന്ന മേളകളില്ലേ, നിറയെ വിനോദവും ചെറിയ ചെറിയ ചൂതുകളികളും പിന്നെ വളരെ വിചിത്രമായ സമ്മാനങ്ങളുമൊക്കെയായി ആളുകളെ ആകർഷിക്കുന്ന ഒരിടം. ഭാഗ്യം പരീക്ഷിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ടാവും. ഇവിടെ നിന്നാണ് നമ്മുടെ കഥാനായകന്റെ തലവേദനയും തുടങ്ങുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നതെന്ന് നോക്കാം. ആ അപ്രതീക്ഷിതമായ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തുന്നത് ഒരു സാധാരണ വൈകുന്നേരമാണ്. ആ ഒരൊറ്റ നറുക്കെടുപ്പ് അദ്ദേഹത്തിന്റെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ചു. ടിക്കറ്റ് നമ്പർ 1005. അതെ, ഇതായിരുന്നു ആ ഭാഗ്യ നമ്പർ. അന്ന് നടന്ന നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനം അടിച്ചത് ഈ ടിക്കറ്റിനാണ്. യാദൃശ്ചികമെന്നല്ലാതെ എന്തു പറയാൻ, ആ ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നത് നമ്മുടെ കഥാനായകന്റെ ആയിരുന്നു. പക്ഷേ എന്തായിരുന്നു ആ ഒന്നാം സമ്മാനം? വല്ല കാറോ സ്വർണമോ അങ്ങനെ എന്തെങ്കിലുമാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, അതൊരു ഭീമൻ റോഡ് എഞ്ചിനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് റോളർ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു സാധാരണക്കാരൻ ഇത് കിട്ടിയിട്ട് എന്തു ചെയ്യാനാണ്? ഒരു ഇഞ്ച് അനക്കാൻ പോലും പറ്റാത്ത, ഒരു ഉപയോഗവുമില്ലാത്ത ഒരു ഭീമാകാരൻ ഇരുമ്പു യന്ത്രം. അപ്പോ സ്വാഭാവികമായും സമ്മാനം കിട്ടിയതിന്റെ ഒരു സന്തോഷമൊന്നും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. പകരം എന്തോ ഒരു വിചിത്ര ജീവിയെ കാണുന്നതുപോലെ ആളുകൾ ചുറ്റും കൂടി നോക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആകെ വല്ലാതായി. അദ്ദേഹം തന്നെ പറയുന്നതുപോലെ, ഞാൻ ഏതോ വിചിത്രജീവിയാണെന്ന മട്ടിൽ ആളുകൾ എന്റെ ചുറ്റും കൂടി എന്നെ തന്നെ നോക്കി നിന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമ്മാനം ഒരു അനുഗ്രഹമായിരുന്നില്ല, മറിച്ചൊരു വലിയ ഭാരമായി മാറുകയായിരുന്നു. പക്ഷെ എങ്ങനെയാണതൊരു സാമ്പത്തിക പേടിസ്വപ്നമായി മാറിയത്? നമുക്ക് നോക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം നേരെ ആ മേളയുടെ ഉടമസ്ഥന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷെ അയാൾ കൈമലർത്തി പറഞ്ഞു, നോക്കൂ, ഈ മേള കഴിയുന്നതുവരെ ഈ എഞ്ചിൻ ഇവിടെ വെച്ചോളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതിനൊരു ഡ്രൈവറെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പരിഹസിച്ച് ചിരിക്കുകയേ ചെയ്തുള്ളൂ. അപ്പോ ആ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ കണക്ക് നോക്കിയാൽ മതി. അദ്ദേഹം ഭാര്യയുടെ കൂടെ താമസിക്കുന്ന വീടിന് കൊടുക്കുന്ന മാസവാടക വെറും 4 രൂപയാണ്. അതേസമയം ഒന്നിനും കൊള്ളാത്ത ഈ എഞ്ചിൻ ആ മേളപ്പറമ്പിൽ വെറുതെ ഇടാൻ കൊടുക്കേണ്ട വാടകമാസം 10 രൂപ, വീട്ടുവാടകയുടെ ഇരട്ടിയിലധികം. അപ്പോ ഈ സമ്മാനം കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആകെ താളം തെറ്റി. അവസാനം ഈ പാർക്കിങ്ങിന്റെ വാടക കൊടുക്കാൻ വേറെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെക്കേണ്ടി വന്നു. അങ്ങനെ വാടക കൊടുത്ത് മുടിഞ്ഞപ്പോൾ അദ്ദേഹം ഒടുവിലൊരു തീരുമാനമെടുത്തു. ഈ തലവേദനയായ എഞ്ചിൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണം. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ പ്ലാൻ അത് കുറച്ച് കടന്ന കൈയായിപ്പോയി. വേറൊരു വഴിയും കാണാതായപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഐഡിയ ആയിരുന്നു ഇത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ എഞ്ചിൻ വലിക്കാൻ വേണ്ടി ഒരു അമ്പലത്തിലെ ആനയെ വാടകയ്ക്കെടുത്തു. അതുമാത്രം പോരാഞ്ഞിട്ട് പിന്നിൽ നിന്ന് തള്ളാൻ 50ഓളം കൂലിക്കാരെയും ഏർപ്പാടാക്കി. പിന്നെ സ്റ്റിയറിംഗ് പിടിക്കാനോ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ജോസഫ് എന്നൊരു ബസ് ഡ്രൈവറെയും കൂട്ടി. ഒരു ഒന്നൊന്നര പ്ലാൻ അല്ലേ? അപ്പോ ഈ വലിയ സംഘം ചേർന്ന് ആ ദൗത്യം അങ്ങ് തുടങ്ങി. തുടക്കത്തിൽ എല്ലാം ഓക്കെ ആണെന്ന് തോന്നി. എഞ്ചിൻ പതിയെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. കാരണം നേരെ പോകുന്നതിന് പകരം ആ ഭീമൻ സാധനം റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലഞ്ഞാണ് പോകാൻ തുടങ്ങിയത്. അവിടത്തെ ഒരവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു കോലാഹലം. ഈ വാചകം കേട്ടാൽ മതി. ആന അതിനെ ഒരു വശത്തേക്ക് വലിച്ചു. ജോസഫ് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ സ്റ്റിയറിംഗ് തിരിച്ചു. പിന്നിലുണ്ടായിരുന്ന 50 പേർ അവർക്കിഷ്ടമുള്ള ദിക്കിലേക്ക് അതിനെ തള്ളി. മൊത്തത്തിലൊരു ബഹളം. അപ്പോ ഇങ്ങനെയൊരു യാത്രയുടെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതൊരു വലിയ ദുരന്തത്തിലാണ് ചെന്ന് അവസാനിച്ചത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഒരു മല പോലെ വലുതായി. കാര്യങ്ങൾ മോശം എന്ന അവസ്ഥയിൽ നിന്ന് അതിഭീകരമെന്ന നിലയിലേക്ക് മാറി. അവസാനം സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. നിയന്ത്രണം വിട്ട ആ റോഡ് റോളർ നേരെ പോയി ഒരു അയൽവാസിയുടെ കോമ്പൗണ്ട് മതിൽ ഇടിച്ചു നിരപ്പാക്കി. പൊടിയും ബഹളവും ആ യാത്ര അവിടെ അവസാനിച്ചു. അതിനൊപ്പം നമ്മുടെ കഥാനായകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴോ
അദ്ദേഹത്തെ കാത്തിരുന്നത് പുതിയ കുറേ കടങ്ങളായിരുന്നു. ഒന്നാമതായി ഇടിച്ചു തകർത്ത ആ മതില് പണിതു കൊടുക്കണം. രണ്ടാമത് ആ 50 കൂലിക്കാർക്കും കൂലി കൊടുക്കണം. പിന്നെ സ്റ്റിയറിംഗ് പിടിച്ച ജോസഫിനും ക്യാഷ് കൊടുക്കണം. പോരാത്തതിന് മതിലിൽ ഇടിച്ചു പരിക്കേറ്റ ആനയുടെ ചികിത്സാ ചെലവും ഇദ്ദേഹത്തിന്റെ തലയിലായി. എല്ലാത്തിനും പുറമെ ആ തലവേദന പിടിച്ച എഞ്ചിൻ ഇപ്പോഴും ആ ഇടിച്ചുകിടക്കുന്ന അതേ സ്ഥലത്ത് തന്നെയുണ്ട്. ഇത്രയും ആയപ്പോഴേക്കും അദ്ദേഹം ശരിക്കും തകർന്നുപോയി. കയ്യിലൊരു പൈസയില്ല, സഹായിക്കാൻ ആരുമില്ല. അവസാനത്തെ ഒരു ശ്രമമെന്ന നിലയ്ക്ക് അദ്ദേഹം ഭാര്യയുടെ താലിമാല ചോദിച്ചു. പക്ഷേ അവരും അത് കൊടുക്കാൻ തയ്യാറായില്ല. അതോടെ അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു. എന്നാൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ നിമിഷത്തിലാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു രക്ഷകനെത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവികമായ ഇടപെടൽ. പ്രകൃതി തന്നെ നേരിട്ട് രക്ഷിക്കാനെത്തി. ആ ഒരു ദുരന്തം അദ്ദേഹത്തിന് ഭാഗ്യമായി മാറി. കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതായിരുന്നു. അന്ന് രാത്രി ആ പട്ടണത്തിൽ ഒരു ചെറിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തെ ചെറുതായിട്ടൊന്ന് കുലുക്കിയ ആ ഭൂകമ്പം നമ്മുടെ കഥാനായകന്റെ ജീവിതത്തെയാണ് ശരിക്കും പിടിച്ചുലച്ചത്. എല്ലാം ഉപേക്ഷിച്ച് ആ പട്ടണം വിടുന്നതിനു മുൻപ് തന്റെ ജീവിതം നശിപ്പിച്ച ആ എഞ്ചിനെ അവസാനമായി ഒന്ന് കാണാൻ പോയതായിരുന്നു അദ്ദേഹം. പക്ഷേ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. ആ എഞ്ചിൻ അവിടെ ഇല്ല, അപ്രത്യക്ഷമായിരിക്കുന്നു. അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതെ, അതെവിടെ പോയി? ആ ഭീമാകാരൻ റോഡ് റോളർ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്? അപ്പോഴാണ് ആ അവിശ്വസനീയമായ സത്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. രാത്രിയുണ്ടായ ഭൂകമ്പത്തിന്റെ കുലുക്കത്തിൽ ആ റോഡ് റോളർ തെന്നിമാറി തൊട്ടടുത്തുണ്ടായിരുന്ന ഉപയോഗശൂന്യമായ ഒരു കിണറ്റിലേക്ക് കൃത്യമായി വീണിരിക്കുന്നു. ശരിക്കും ആ കിണറിന് ഒരു പെർഫെക്റ്റ് അടപ്പായി അത് മാറി. കഥയുടെ അവസാനം ഇതിലും മനോഹരമാവാൻ പറ്റുമോ? വർഷങ്ങളായി ഒരു ശല്യമായി കിടന്ന ആ കിണർ അടഞ്ഞുകിട്ടിയപ്പോൾ അതിന്റെ ഉടമസ്ഥന് വലിയ സന്തോഷമായി. അദ്ദേഹം നമ്മുടെ കഥാനായകന്റെ എല്ലാ കടങ്ങളും വീട്ടാമെന്ന് ഏറ്റെടുത്തു. പോരാത്തതിന് കുറച്ച് പണം കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭാഗ്യവും നിർഭാഗ്യവും തമ്മിൽ എത്ര ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു കഥയാണിത്.